എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഗംഭീര കോമഡി ആയിട്ടൊരു വീഡിയോ. അത് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് കഥ പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചോടുകളല്ല. ഇനി റിലീസാൻ പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് പൃഥ്വിരാജ് യൂസ് ചെയ്ത ക്യാമറയാണ് ഇത്. എന്തോന്ന്? ഇനി റിലീസാൻ പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് പൃഥ്വിരാജ് യൂസ് ചെയ്ത ക്യാമറയാണ്. വിശ്വാസം വരണില്ലല്ലേ? ഇന്ത്യയിൽ തന്നെ ഇതൊരൊറ്റ പീസേ ഉള്ളൂ. ഈ ക്യാമറയ്ക്ക് ഒരു ക്യാമറാമാന്റെ ആവശ്യമില്ല. ഫുള്ളി റോബോട്ടിക്സിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഇത് ബോൾട്ട് എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ് ആണ്. എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്കകത്ത് ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. ഓഹോ, എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? എന്ത് ചെയ്യാനാ പ്ലാൻ? അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജാണ്. അയാൾ ക്യാമറമാൻ അല്ല, ഒരു അഭിനേതാവാണ്, ഒരു സംവിധായകനാണ്. ഇതിന്റെ ക്യാമറമാൻ സുജിത് വാസുദേവ് എന്ന ഒരാളാണ്. നീ ആലോചിച്ചൊക്കെ കാര്യങ്ങൾ പറയണം. പൃഥ്വിരാജിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അദ്ദേഹം നല്ല നടനാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടം. ഇനി നിന്റെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ മോക്കോ ബോട്ട് എന്ന എക്യുപ്മെന്റ് ആണ് എമ്പുരാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കള്ളു ഷാപ്പിലെ വീഡിയോ പറയുന്ന പോലല്ല. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ കിടക്കി തിമിർത്ത് കാലക്കി. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. അത് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്.